പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതിയുടെ ആ ജൈത്രയാത്ര പാർട്ടിയെയും മുഖ്യമന്ത്രി പദത്തെയും ഒക്കെ തന്നെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടുള്ള ജൈത്രയാത്ര അങ്ങനെ തുടരുകയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ കുറേ സിൽബന്ദികളുമുണ്ട്. അതിനനുസരിച്ച് നട്ടല് വളച്ചു നിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുമുണ്ട്. പാർട്ടി സെക്രട്ടറിയാണല്ലോ എപ്പോഴും സംഘടനാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ആ സംഘടനാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട എം.വി. ഗോവിന്ദനെ, പാർട്ടി സെക്രട്ടറിയെ വെറുമൊരു മൂലക്കിരുത്തിക്കൊണ്ട് പിണറായിയാണ് ഭരണം നടത്തുന്നത്. ഇത് കോൺഗ്രസിലെ നമുക്ക് കാണുന്നതാണ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയെ സോണിയ അമ്മച്ചിയും പപ്പുമോനും പ്രിയങ്കയും കൂടി ചേർന്ന് ഒരു മൂലക്കിരുത്തിയിരിക്കുന്നു. അതായത് സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട്, ഒരു കുശിനിക്കാരനായിട്ട് ഇരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും കൊണ്ടുപോകുന്നതും സോണിയയും രാഹുൽ ഗാന്ധിയുമാണ്. അത് പണ്ടേ നമുക്കറിയാം, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരില്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ നാശവും. ഇതിന് സമാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ CPM-ൽ കാണുന്നത്. ചോദിച്ചാൽ പറയും, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല, ഇതിൻ്റെ കേഡർ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടി സെക്രട്ടറി ആയിരിക്കണം. മുമ്പും പലരും പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ടല്ലോ. പക്ഷെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ 15 വർഷമാണിരുന്നത്. ആ കാലയളവ് കൊണ്ട് തന്നെ മുഴുവൻ പ്രവർത്തകരെയും തൻ്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. VS പക്ഷക്കാരായവരെ മുഴുവൻ വെട്ടിനിരത്തി തനിക്ക് അനുകൂലമായിട്ട് മാറിയവർക്ക് വേണ്ട തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഒതുക്കിയിരുത്തുകയും ചെയ്തു. 2021 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പലരെയും, പല പ്രധാനപ്പെട്ടവരെയും ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. 2021 മത്സരിക്കാതെ മാറ്റി നിർത്തിയത് തോമസ് ഐസക്കിനെയും G. സുധാകരനെയും ഒക്കെയാണ്. അതുപോലെ തന്നെ ജയിച്ചു വന്ന ശൈലജ ടീച്ചറിന് മന്ത്രി പദവിയും നൽകിയില്ല. തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന കുറച്ച് പുതിയവർക്ക് മാത്രമായിട്ട് മന്ത്രിസ്ഥാനവും നൽകി. അങ്ങനെ അധികാര കസേരയിൽ അങ്ങനെ വാണരുളുന്ന പിണറായി വിജയൻ വീണ്ടും ഇതാ CPM-ലെ ഒരു മുതിർന്ന വനിതാ നേതാവിനെ പിടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് AKG സെന്ററിൽ നിന്ന്. അതായത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ് CPM കേരള ഘടകം ചെയ്തിരിക്കുന്നത്. അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ്? സെക്രട്ടറിയാണ്. ഇതൊന്നും അറിയാതെയാണോ PK ശ്രീമതി അവിടെ വരുന്നത്? മുതിർന്ന നേതാവല്ലേ, ഈ സംഘടനാ സംവിധാനങ്ങൾ എന്തായാലും അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ട് PK ശ്രീമതി അവിടെ എത്തപ്പെട്ടു? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അങ്ങനെ എത്തിയ PK ശ്രീമതിയെ എന്ത് കാരണത്താൽ ഇറക്കി വിട്ടു? അത് ഇറക്കി വിടേണ്ടതിൻ്റെ, ഇറക്കി വിടുകയല്ല വേണ്ട, അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? അത് പാർട്ടി സെക്രട്ടറിക്കുള്ളതാണ്. മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിക്കും കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് ഇതേ ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടൊന്നുമില്ല എന്നാണ് ശ്രീമതിയോട് പിണറായി പറഞ്ഞത്. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിലക്കില്ലെന്നും ശ്രീമതി അങ്ങനെയാണ് അറിയിച്ചതെന്നും ശ്രീമതി മറുപടി പറയുകയുണ്ടായി. പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് PK ശ്രീമതിക്ക് അറിവില്ലാതെ വന്നതാണോ? ഇത്രയും മുതിർന്ന ഒരു നേതാവായിട്ട് ഇത്തരത്തിലുള്ള ഈ സംഘടനാ സംവിധാന കാര്യങ്ങളിൽ ഗ്രാഹ്യമുണ്ടാകുമല്ലോ. അപ്പോൾ ശ്രീമതിയുടെ വരവിന് പിന്നിൽ എന്താണ്? പിണറായിയുമായിട്ട് ഏത് തരത്തിൽ കൊമ്പ് കോർക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പിണറായിക്ക് ആരെ വേണമെങ്കിലും ഇറക്കിവിടാം, എന്ത് ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട്.
വളരെ ഈ പഞ്ചപുച്ഛമടക്കി ഈ വിധേയനായിട്ട് എത്രത്തോളം വിധേയനായിട്ട് നിൽക്കാമോ അത്രത്തോളം വിധേയനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പല സഖാക്കന്മാരിൽ നിന്നും നമ്മൾ കാണുന്നത്. അത് പാർട്ടിയുടെ തന്നെ ഒരു അന്തസ്സ് കെടുത്തുന്ന രീതിയിലുള്ള വിധേയത്വമാണ് വെച്ചു പുലർത്തുന്നത്. പിണറായി വിജയനും പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് നോക്കി നടത്തേണ്ടതും നിയന്ത്രിച്ച് നിർത്തേണ്ടതും ഒക്കെ തന്നെ എം വി ഗോവിന്ദനാണ്, അതായത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ചുകൊണ്ട് കേഡർ പാർട്ടിയാണല്ലോ, മുഖ്യമന്ത്രിയെ പോലും നിയന്ത്രിക്കാനുള്ള അവകാശം പാർട്ടി സെക്രട്ടറിക്കുണ്ട്. മുഖ്യമന്ത്രി എന്ന പദവിയിലല്ല, CPM-ൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്ന ആളെന്ന നിലയിൽ നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു നിയമപരമായ കാര്യമെന്ന് പറയുന്നതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ. VS-ൻ്റെ ഇടവും വലവും കൊണ്ട് നിർത്തിയിരുന്നത് പിണറായിയുടെ ആൾക്കാരെ തന്നെയല്ലേ. VS-ൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. പാർട്ടിയല്ലേ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പറയുമല്ലോ, ഓനിവിടെ ഒപ്പിടുക മാത്രമേ ഉള്ളൂ, അതൊക്കെ പാർട്ടിയാണ് തീർച്ചപ്പെടുത്തുന്നത് എന്ന്. അപ്പോൾ AKI സെന്ററിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ചരട് മുഖ്യമന്ത്രിയുടെ മേൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ ആ ചരട് മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റുള്ളവരിൽ എല്ലാവരിലേക്കുമാണ് പോകുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ പാർട്ടിയെ മുഴുവൻ പിണറായി നിയന്ത്രിച്ച് നിർത്തുകയാണ്. ഈ 2026-ലും നമ്മൾ കാണുന്നില്ലേ, AKI സെന്ററിന്റെ ഉദ്ഘാടനത്തിന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, ദേശീയ തലത്തിൽ പാർട്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒരു പേരുണ്ടല്ലോ, ആ ജനറൽ സെക്രട്ടറി വന്നിട്ട് 3-ാമത്തെയോ 4-ാമത്തെയോ നിരയിൽ മറ്റ് സഖാക്കന്മാരുടെ ഇടയിൽ നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ദയനീയമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ഉദ്ഘാടനം പിണറായി നടത്തിക്കോ, മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പക്ഷേ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുപോയി ഇത്രയും ഒതുക്കി നിർത്തണോ? അപ്പോൾ എവിടെ വരെയാകുന്നു പിണറായിയുടെ കളി എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയാണ്? 2026-ലെ ചില നീക്കങ്ങൾ നടത്തുകയാണ്. 2026-ൽ പിണറായിയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ തന്നെ ഉണ്ടാകും. അതിനുള്ള അടിത്തട്ട് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചിലരെയൊക്കെ ഒതുക്കുകയും 2021-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണ്, തോമസ് ഐസക്കിനെയും സുധാകരനെയും EP ജയരാജനെയും ഒക്കെ ഒതുക്കാവുന്ന രീതിയിൽ തന്നെ ഒതുക്കി ശൈലജയെ മന്ത്രിപദത്തിൽ നിന്നും മാറ്റി നിർത്തി. ശൈലജ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ ഉയർന്നു വന്നതാണ്. P ജയരാജനെ ഒതുക്കിയത് നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 2019-ൽ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു, തോറ്റു. തിരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല. പിന്നീട് ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി. P ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നതിനെ എതിർത്തുകൊണ്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങി. പാർട്ടിയിൽ വ്യക്തിപൂജയില്ല എന്നൊക്കെ പറഞ്ഞ്. പിണറായിയുടെ മേൽ നടത്തുന്നത് ഇപ്പോൾ വ്യക്തിപൂജയല്ലേ? പിണറായിയുടെ ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു ഭരണമല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്? അതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഒരു തെളിവാണ് PK ശ്രീമതിയെയും പിടിച്ച് പുറത്താക്കി വിട്ടത്.